Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇത്രയും ദിവസം നമ്മൾ ഒരു കാര്യം മാത്രം മറന്നേ, പക്ഷെ അത് ഞാൻ മനഃപൂർവ്വം മറന്നതല്ല. എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോയമ്പ് വീടുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഏറ്റവും നല്ലതായിട്ട് നോയമ്പും കഠിനമായിട്ട് നോക്കുന്നതും ഒക്കെ മുസ്ലിംസ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവരെ ഞാൻ മറന്നിട്ടല്ല, ഞാൻ അതിനെപ്പറ്റി അത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ മറന്നുപോയി എന്നല്ലേ ഉദ്ദേശിക്കുന്നതെന്നല്ലേ പറയുന്നേ. അല്ല കേട്ടോ, മറന്നതല്ല, ധൃതിയുടെ പുറത്ത് പറ്റിപ്പോയതാ. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞാൻ എന്തായാലും നോമ്പ് തുറക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, പലഹാരം, അതല്ലാതെ നമ്മൾ ഡീപ്പ് ഡിഷസ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇന്ന് 2 പലഹാരം ഞാൻ ചെയ്തു തരാമെന്ന് വിചാരിച്ചു. ഒന്ന് എന്നാന്ന് വെച്ചാൽ ഉന്നക്കായ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഒന്നത് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ മുട്ട വെച്ചിട്ടൊരു കബാബ ചെയ്യാൻ പോകുന്നത്. ഈ ഉന്നക്കായ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ ഏറ്റവും ടേസ്റ്റും ഉള്ള സാധനമാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഒത്തിരി നീളം കൂടിയതൊന്നുമില്ല, ഒരു 4-5 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഏത്തയ്ക്ക, 2 മുട്ട. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാൻ കത്തിച്ച് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒന്ന് എന്നാ ചെയ്യുക, നമ്മളൊന്ന് മൊരിച്ചെടുക്കണം. ആദ്യം ഇതിനകത്ത് നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. നമ്മൾ ഒത്തിരി പലഹാരം ഉണ്ടാക്കുവാണെങ്കിലുണ്ടല്ലോ, എത്ര മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലുണ്ടോ അതനുസരിച്ച് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം എല്ലാം കൂടെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ ഒക്കുകയില്ല. ഒരു ഡിഷ് 2 ഡിഷൊക്കെ ആണെങ്കിൽ ഓക്കെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ മുഴുവൻ ഫാസ്റ്റ് ചെയ്തേച്ച് കഴിക്കുന്നതാന്നു, അന്നേരം ഒട്ടും കൊള്ളുകയല്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഓരോ മെമ്പേഴ്സ്, ഇപ്പം 5 പേരെ നമ്മുടെ ഫാമിലിയിൽ ആ മെമ്പേഴ്സായിട്ടുള്ളെങ്കിൽ 5 പേർക്ക് 5 ഉന്നക്കായ മാത്രം ഉണ്ടാക്കുക. പിന്നെ 5 മുട്ട വെച്ചിട്ടുള്ള കബാബ് ഉണ്ടാക്കുക. അപ്പോൾ തന്നെ വയറ് ഫില്ലാവും. പിന്നെ നോയമ്പ് വീടിയിട്ട് ആദ്യം കുടിക്കുന്ന വെള്ളം തന്നെ കുടിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും കഴിക്കാനേ തോന്നുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒത്തിരി ആയിട്ട് ഉണ്ടാക്കല്ല, ഇച്ചിരി. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, കുറച്ചുണ്ടാക്കി കാണിച്ചു തരാം. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നല്ലേ. ആദ്യം മുട്ട ഫുൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതിനകത്ത് ശകലം ഉപ്പിടണമെങ്കിൽ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട. എന്തായാലും മുട്ടയ്ക്കകത്ത് ഉപ്പോ കുരുമുളകോ ഒന്നും ഇല്ലെങ്കിൽ കൊള്ളുകയില്ല. പക്ഷേ ഞാനൊരു ഇച്ചിരി ഉപ്പിടുവാന്നേ, അല്ലെങ്കിലേ അതിനൊരു സ്വാദ് കാണുകയില്ല. അന്നുവെച്ച് മാക്സിമം അതിനെ കുഞ്ഞാക്കി തന്നെ സ്ക്രാമ്പിൾ ചെയ്യുമ്പം വലിയ പീസസ് ആക്കാതെ ഏറ്റവും ചെറിയ പീസസ് ആക്കിക്കോ. സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ മൊരിയുന്നതൊക്കെ നമ്മുടെ കണക്കിനാന്നു, നമ്മുടെ ഇഷ്ടമാണ്. ഒത്തിരി മൊരിയുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മൊരിച്ചെടുക്കാം. അതല്ല, മുട്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ഇതിപ്പോൾ നല്ലതായിട്ട് മുട്ടയൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതിനെ ഞാൻ പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ. എനിക്ക് ഒത്തിരി മൊരിയണ്ട, അതിന് ഇച്ചിരി ഒന്ന് മൊരിഞ്ഞാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് വെച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, അതൊരു എന്തോരം വേണം നോക്കി വെച്ചാൽ അത്രയും മാത്രം മതി. കുഞ്ഞു പീസസ് ആക്കുന്നതല്ലേ, അതല്ല അണ്ടിപ്പരിപ്പ് ഒറ്റ ഇതായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് 2 പീസായിട്ട് ഇരിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ. അല്ല മുഴുവനോടെ ആന്നേൽ അതിനൊന്ന് പൊട്ടിച്ചിടുന്നതാണ് നല്ലത്. ഇത് ഇച്ചിരി ഒന്ന് മൂത്തതിന് ശേഷം, മൂത്ത് കഴിഞ്ഞു എന്നാ പറയാനാ, പൊട്ടിച്ചിട്ട നേരം കൊണ്ട് അതങ്ങ് മൂത്തു. അന്നേച്ച ഒരു ഇച്ചിരി മുന്തിരിങ്ങായും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് എന്തായാലും ചൂടായി കിടക്കുവാന്നു, അന്നേരം തീ അങ്ങ് ഓഫ് ചെയ്തോ, ആ ഒരു മൂപ്പ് മതിയാവും.
ഇനി ആ നെയ്യ് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഏത്തക്ക അങ്ങോട്ട് എടുത്തേച്ചുണ്ടല്ലോ, ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചേച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല അസലായിട്ട് അതിനെ ഒന്ന് കുഴയ്ക്കുക. നല്ല പഴുത്ത ഏത്തക്ക തന്നെ വേണം. ഏത്തക്കായ്ക്ക് ഒരു മധുരം വേണമേ, അതനുസരിച്ചുള്ള ഒരു ഏത്തക്കായ മേടിക്കാവുള്ളൂ. പഴുക്കാത്ത ഏത്തക്ക മേടിച്ചാൽ അതിനകത്തുള്ള സ്വാദ് കാണുകയില്ല. ഈ ഏത്തക്ക ഇങ്ങനെ നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒട്ടും എന്നാ പറയുക, ഉടയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒട്ടും കട്ട പാടില്ല. നല്ല മാവ് പോലെ തന്നെ ആവണം. അന്നേച്ച് ഒരു ഉരുള, നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനുള്ള ഉരുള എടുക്കുക. ആ സമയം തീ ഇച്ചിരി കത്തിച്ചോട്ടെ, സിമ്മേ വെക്കുക. ഇച്ചിരി നെയ്യ് അങ്ങോട്ട് തടവിക്കൂ, നമ്മുടെ കയ്യേലും ഇച്ചിരി ആ ഉള്ളിലോട്ടും. അന്നേച്ച് ഈ രണ്ട്, അതായത് മുട്ടയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതിനകത്തോട്ട് ഒരു പിടി മുട്ടയും, ഒരു പിടിയല്ല ഒരു ഇച്ചിരി ഇങ്ങനെ എടുക്കുന്ന കണക്കാന്ന്, ഒരു ടീസ്പൂൺ വെച്ചോ. എന്നിട്ട് ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതൊന്നും ടീസ്പൂൺ കണക്കായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയാൻ മേല. നമ്മൾ ആ എടുക്കുന്ന ഉരുള പരത്തുമ്പോൾ കിട്ടുന്ന സ്പേസിനകത്ത് നിറയണം, അത്രേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ആ പറ്റുന്ന പോലെ ആ വലിപ്പത്തിന് എടുക്കുക. മാക്സിമം പരത്തിയേച്ച ഉള്ളിൽ ഈ കൂട്ട് വെച്ചേച്ച് അങ്ങ് പരത്തി എടുത്തേച്ചാൽ മതി. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഉന്നക്കായ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ആ ഒരു കൂട്ടില്ലേ, പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ചിലരാണെങ്കിൽ തേങ്ങായും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്താ വെക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. ഇത് ഒരു വെറൈറ്റി അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഉള്ള തേങ്ങ എല്ലാം കൂടെ തിന്നുന്നതിലും ഭേദം ഇതിനകത്ത് കുറച്ച് പോഷകമുണ്ട്. ഏത്തക്ക നല്ലൊരു സാധനമാണ്, മുട്ട നല്ലൊരു സാധനമാണ്, അണ്ടിപ്പരിപ്പ് നല്ലൊരു സാധനമാണ്, മുന്തിരിങ്ങ നല്ലൊരു സാധനമാണ്. ഇതിനെല്ലാം പോഷക ഗുണങ്ങളുള്ളത്. അപ്പം ഇങ്ങനെ കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പം അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിം വേണ്ട, കുഞ്ഞു ഫ്ലെയിമേൽ ഇത് നല്ല മുരിച്ചെടുത്താൽ മതി. നമ്മൾ പിള്ളേർക്കൊക്കെ നെയ്യിലൊക്കെ ഏത്തക്ക മൊരിച്ചു കൊടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത്രയും മൊരുവ് മാത്രം മതിയേ. ഇനിയിപ്പോൾ ഇതൊരു ചെറിയ തീയലിട്ടേച്ച് ഇത് ശകലമായിട്ട് മുരിച്ചെടുക്കണം. മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടോടെ വേണം ഇത് ഏത് ആഹാരമാണെങ്കിലും കൊടുക്കാൻ. അതിപ്പോൾ സ്റ്റാർട്ടർ ആയാലും ശരി, ഹെവി ഡിഷായാലും ശരി, എല്ലാം ചൂടോടെ വേണം കൊടുക്കാൻ. അതാണ് ഏറ്റവും സ്വാദുണ്ടാവുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉപ്പെടുക്കാൻ പോയപ്പോൾ നിങ്ങൾ വേറെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, അത് എന്നാത്തിനെ എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ മുട്ട കബാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുട്ട വെച്ചിട്ട് ഒരു കബാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് കൊടുക്കാൻ നല്ലൊരു സ്റ്റാർട്ടറാന്നു. ഞാനിപ്പം ഉണ്ടാക്കിയ ഉന്നക്കായ് കാണിക്കുകയല്ല, ലാസ്റ്റ് പ്രസൻറ്റേഷനെ ഞാൻ കാണിക്കത്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള കബാബാണ്. ഈ മുട്ട വെച്ചിട്ടുള്ള കബാബ് ചെയ്യുമ്പോൾ ഞാൻ ആ സെയിം പാത്രം കഴുകിയിട്ടൊന്നുമില്ല, അതേ പാത്രത്തിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. കാര്യം നെയ്യുടെ ഒരു ചെറിയ ഫ്ലേവർ വരുവാണെങ്കിലുണ്ടല്ലോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, മീനൊക്കെ വറക്കുമ്പോൾ ഇച്ചിരി നെയ്യ് ഇങ്ങോട്ട് തുള്ളി അങ്ങോട്ട് ഒഴിച്ചേച്ച് 2-3 കറിവേപ്പില ഇട്ടേച്ച് മീൻ വറുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറി ഫുഡിന് നമ്മളൊരു 2-3 തുള്ളി ഇച്ചിരി നെയ്യ് ഒഴിക്കുവാന്നേൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നെയ്യ് ഫാറ്റാണ്, എത്തിച്ചെന്നാൽ ചീത്തയാണ്. പിന്നെ അത് മാത്രം പോരാഞ്ഞിട്ട് ഇതെല്ലാം വറുത്തെടുക്കുന്ന ഒരു സാധനവും കൂടി, അന്നേരം അതും കൂടെ എണ്ണയാണ്. എല്ലാം കൂടെ ചെല്ലുമ്പം നമ്മുടെ ബോഡി ഒരു പരുവാവും. എന്നാലും ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ സ്വാദിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അതുകൊണ്ടൊരു കോംപ്രമൈസ് ആട്ടോ. ഇനി നമ്മുടെ മുട്ട കബാബിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് വെച്ചാൽ, വെജിറ്റബിൾ ഓയിൽ വേണം, സവാള കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, പുഴുങ്ങിയ മുട്ട, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സാദാ മുട്ട വേണം, ചിക്കൻ കീമ അല്ലെങ്കിൽ മട്ടൺ കീമ, പെപ്പർ അതായത് കുരുമുളക് ചതച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് റൊട്ടി പൊടിച്ചതും കൂടെ.
സ്വാദിന് ഉപ്പ്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാൻ അങ്ങോട്ട് കത്തിച്ചേച്ച് ഇത് ഓൾറെഡി നല്ല ചൂടായി കിടക്കുവാണ്. അന്നേരം അതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്നിരിച്ചിരി ചൂടായി വെച്ച് ഇതിനകത്തോട്ട് സവാള ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ എന്നാ ചെയ്യണമെന്നറിയാവോ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ സാധനവും കൂടെ നമുക്ക് എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ഇറച്ചി എത്രയുണ്ടോ അത് കണക്കാക്കി ചേർത്തോണം. 1 ടീസ്പൂണോളം, 1.5 ടീസ്പൂണോളം ഇഞ്ചി ഇട്ടോളൂ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി. പിന്നെ വേണ്ടിയത് പച്ചമുളക് എരിവനുസരിച്ച്. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റണം. വഴറ്റണം എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാൽ ഉള്ളി ഒന്ന് വേവുകയും വേണം, അത്രേ ഉള്ളൂ. അതായത് മൊത്തത്തിൽ പറയുവാന്നേലും ഒന്ന് വാടി കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഉള്ളി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മൂത്തിട്ടില്ല, ഒരു ചെറുതായിട്ടൊന്ന് വാടിയിട്ടേ ഉള്ളൂ. ചെറുതായിട്ടല്ല, നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് എന്നാന്നോ, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് മുളക് പൊടി ഇടണം. ഇതിനകത്ത് എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ്. അതുകൊണ്ട് മുളക് പൊടി ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഇട്ടേച്ചാൽ മതി. പിന്നെ കുറച്ച് മസാല, അതായത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഇത് പോയിട്ടാന്നു നമ്മൾ കുറച്ച് ചതച്ച കുരുമുളകും കൂടെ ഇതിനകത്തിടുന്നത്. ആ പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കീമായാണ്. നേരത്തെ ഉള്ളി മൂക്കാനായിട്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പിട്ടത്. ഇനി ഇറച്ചിയും കൂടെ ചേർന്ന് അന്നേരം ഒരിച്ചിരി ഉപ്പും കൂടി ഇടാൻ പോവാ. ഇനി അരപ്പില ആ ചിക്കനേൽ നല്ലതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിറച്ച് മല്ലിയില ഇടുക. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, മസ്റ്റ് അല്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് വേവണം. ആ വേവുന്ന സമയം ഞാനിപ്പോൾ ഈ മാറ്റിയ പാത്രം ഉണ്ടല്ലോ, ഉള്ള പാത്രങ്ങൾ ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഇപ്പം ഞാൻ എന്നാന്ന് ചെയ്തതെന്നറിയാമോ, നമ്മുടെ ഇറച്ചി നല്ല വെന്ത് വറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കണം തണുത്തതിന് ശേഷം. അന്നേച്ച് നിറയെ മല്ലിയില ഇടുക, എന്നിട്ട് കറിവേപ്പിലയും കൂടെ നല്ലതായിട്ട് അങ്ങ് ഇടുക. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കാര്യം നമ്മൾ ധൃതി കൂട്ടാൻ ഒക്കുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ തണുത്താൽ മാത്രമേ അത് നമുക്ക് നല്ലതായിട്ട് അത് ബോളാക്കി എടുക്കാനൊക്കത്തുള്ളൂ. ഇപ്പോൾ വേണ്ടേ ഒട്ടും, പിന്നെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഒട്ടും എന്നാ പറയുക, ഈ ലംസ് ഉണ്ടാവുകയല്ലേ, ആ കട്ട സാധനങ്ങളൊന്നും പാടില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അത് ഇരുന്ന് നമ്മൾ അത് വെച്ചേച്ച് നമ്മുടെ കൈവെള്ളയെ പരത്തിയേച്ച് വറക്കാനിടുമ്പോഴത്തേന് ആ ഭാഗം വെച്ച് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം പോവും, പിന്നെ ഒന്ന് കാണാൻ പോലും കൊള്ളുകയില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം. എന്നാന്നോ, നമ്മൾ ഉരുളക്കിഴങ്ങ് അധികം ചിലർക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിന് പകരം നിറച്ച് ബ്രെഡ് ക്രംസും ഇട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് വെച്ച് ഇതേപോലെ കുഴച്ച് വെക്കണം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയില്ലേ, ആ മുട്ടേനെ 4ആയിട്ട് മുറിക്കണം. ഇനി ചിലർക്കാണെങ്കിലുണ്ടല്ലോ ഈ മുട്ടയ്ക്കകത്ത് ഉണ്ണി നമ്മൾ കഴിക്കാൻ ഇഷ്ടമായിരിക്കില്ല, പിള്ളേരാണെങ്കിലും അങ്ങനെ ആയിരിക്കും. ആ ഉണ്ണി ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല. എൻ്റെ മൂത്ത മോനൊന്നും ഉണ്ണി കഴിക്കാൻ ഇഷ്ടമല്ല. എന്നാൽ സ്ക്രാമ്പിൾ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരറിയാതെ ഈ മുട്ട പൊടിച്ച് ഇതിനകത്തോട്ടിടണം.
ഒരു ഫ്ലേവർ ഡിഫറൻസും വരികയില്ല. ആ മുട്ടയുടെ ഉണ്ണിയും കുഞ്ഞുങ്ങളുടെ വയറ്റിൽ പോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ അമ്മമാർ മാത്രം അറിയാനുള്ള ടിമ്പ. പക്ഷേ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ വന്നു വെച്ചാൽ പറയും അമ്മ ഇതിനകത്ത് ഉണ്ണി ഇട്ടില്ലേ അതായതായിരുന്നു ചോദിച്ചാൽ 4 വർത്താനം വരെ നമുക്ക് അന്നേലും ദേഷ്യം വരും. അതിലും ഭേദം നമ്മൾ അമ്മമാർ ഇതിനെ കാര്യം പറ്റി ഒന്നും പറയരുത്. ആ ഉണ്ണി എടുത്തിനകത്തോട്ട് പൊട്ടിച്ചിട്ടേച്ച് ആ വെള്ളം മാത്രം വെച്ചേച്ച് നമ്മൾ ഉരുട്ടിയാൽ മതിയേ. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇടുക. പിന്നെ നമ്മുടെ ഈ പച്ച മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചു വയ്ക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമല്ലേ എന്ന് പറഞ്ഞ കൂടെ തന്നെ മുട്ടയിലോട്ട് മുക്കിയേച്ച് ബ്രെഡ് ക്രംസിൽ മുക്കിയേച്ച് നമ്മൾ വറുത്തെടുക്കുക ചെയ്യുക. മുട്ടയ്ക്കകത്ത് പിന്നെ ഉപ്പൊന്നും ഇടണ്ട, അത് കറക്റ്റായിട്ട് അത് വന്നോളും. അച്ഛാ ഇതിനകത്ത് നിറച്ച് ഉപ്പുണ്ട്, നമ്മൾ ഇറച്ചിക്കകത്ത് നിറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ഇതിനകത്തുകൂടെ ഉപ്പാകുമ്പോഴത്തേക്ക് ഒരുപാടായി പോകും. വേണ്ട, സാധാരണഗതിയിൽ നമ്മളിതിന് ഉപ്പ് ചേർക്കാറില്ല, അതുകൊണ്ട് അത് ചേർക്കണ്ട. ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ കൈവെള്ളയിൽ ഒന്നേൽ ഒരിച്ചിരി വെള്ളം അല്ലെങ്കിൽ എണ്ണ തൂത്തേക്കാവേ. എണ്ണ തൂത്തേച്ച് ഇതിനകത്ത് നിന്ന് ഒരു ഉരുള എടുക്കുക. കൈവെള്ളയെ വെച്ച് ഒന്ന് പരത്തുക. പരത്തിയിട്ട് ഇതിനകത്ത് നിന്ന് ഒരു മുട്ട എടുത്തേച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കണം. എന്നിട്ട് ഇതേപോലെ ഓവൽ ഷേപ്പിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ ആ കട്ട വരുവാന്നേല ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് അങ്ങ് പൊട്ടിപ്പോവേ ആ കട്ട ഫ്രണ്ടിൽ നിൽക്കുന്നിടത്ത്. എന്നിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് റോൾ ചെയ്ത് വെച്ച് നമ്മുടെ മുട്ടയിലൊന്ന് പതുക്കെ ഹാൻഡിൽ ചെയ്യാവുള്ളൂ, ഒത്തിരി പ്രയാസമാണ്. എന്ന് വെച്ചാൽ സൈഡിലോട്ട് വെച്ച് ഇതേപോലെ എല്ലാ മുട്ടയും, അതായത് ഒരു മുട്ടയിൽ തന്നെ നമുക്ക് ഒരു 4 കട്ട്ലറ്റ് ഇതമൻ കബാബ് ഉണ്ടാക്കാൻ നോക്കും. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ മയോണൈസിൻ്റെ സോസോ അല്ലെന്നുണ്ടെങ്കിൽ കെച്ചപ്പോ ചെയ്യാം. സാലഡിൻ്റെ കൂടെ ഒട്ടും ചേരുകയില്ല. ഇത് സോസിൻ്റെ കൂടെ കഴിക്കുന്ന ഏറ്റവും നല്ല ഡിഷാണ്. ഇത് ബേസിക്കലി കുറച്ച് സ്പൈസി ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗാർലിക് പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മയോണൈസ്. ചൂടോടെ ഒരു ചായയും കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അല്ലേ. എനിക്കാണെങ്കിൽ ഒട്ടും നേരമില്ല, ഒത്തിരി ഉണ്ട്. ഇത് കുഴച്ച് വന്നപ്പോഴത്തേക്ക് ഇത്രയും മുട്ടയൊന്ന് ഉരുട്ടി തീരാൻ വേണ്ടി കുറച്ച് സമയം വേണ്ടി വരും. നമ്മുടെ നോമ്പ് തുറക്കുള്ള സകല സാധനങ്ങൾ ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ ഡിഷസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണേ. ഇതിൻ്റെ ഫൈനൽ എന്താണെന്നുള്ളത് നമ്മൾ തമ്മിൽ കാണിച്ചില്ലല്ലോ. ഇത് നോക്കിയേ, നമ്മുടെ ആ എഗ് കബാബ് എന്ന് പറയുന്നത് ഇതേമാതിരി കട്ട്ലേറ്റ് പോലെ തന്നെ വറുത്തെടുക്കണം. പിന്നെ ആണെങ്കിൽ ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇത് അതാക്കി എടുത്തതിന് ശേഷം നമുക്ക് എത്ര പോയാലും അതിൻ്റെ ആ എന്താ പറയുക, നമ്മൾ ആ ഇറച്ചിയൊക്കെ കുഴച്ച് വെച്ചിരുന്നില്ലേ അത് ബാക്കി വരും. ആ ബാക്കി വരുന്നത് വെറുതെ നമ്മളിനി അടുത്ത മുട്ട പുഴുങ്ങാനായിട്ട് നിൽക്കരുത്. അതിന് നെക്സ്റ്റ് ചെയ്യാനുള്ളതാണോ അത് വെച്ച് നമുക്ക് തന്നെ മീറ്റ് ബോൾസ് ആക്കി എടുക്കാൻ നോക്കുവേ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുട്ടയിലോ അല്ലെന്നുണ്ടെങ്കിലോ റൊട്ടിപ്പൊടിയോ ഒന്നും മുക്കി എടുക്കണ്ട, അല്ലാതെ തന്നെ ഒരുപാട് എണ്ണ ഒഴിക്കാതെ ഷാലോ ഫ്രൈ ആയിട്ട് ആക്കിയെടുക്കാൻ നോക്കും, അതല്ല ഡീപ് ഫ്രൈ ആക്കി എടുക്കാൻ നോക്കും. ഇപ്പം ഞാൻ എന്നാ ചെയ്തത്, നമ്മുടെ ഈ ഒരു കബാബ് ചെയ്ത സംഭവത്തിൽ ഒത്തിരി എണ്ണ ബാക്കി കാണുമല്ലോ, അതിനകത്തോട്ടിട്ട് ഞാൻ വറുത്ത് കോരിയാണ് എടുത്തത്. ഇതിനെല്ലാം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബേസ് മയോണൈസ് തന്നെയാന്നു. അതല്ല മയോണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് കെച്ചപ്പ് കഴിക്കാമെന്നാണ്. ഇനി പിന്നെ സാലഡ്സ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഉന്നക്കായാന്നു. ഉന്നക്കായ്ക്ക് ഉള്ള ചെയ്തേക്കുന്നത് ഞാൻ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് മേളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് എന്നാത്തിനാണെന്നറിയാവോ, സപ്പോസ് നമ്മൾ മേടിക്കുന്ന ഏത്തക്കായ്ക്ക് മധുരം ഇല്ലയെന്ന് വെച്ചു, അന്നേരം നമ്മൾ കഴിക്കുമ്പോഴത്തേന് അതിനൊരു സുഖം ഉണ്ടാവുകയില്ല. മധുരവും എരിവും അതൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനാന്നു അതിനൊരു ടേസ്റ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ ഉന്നക്കായ്ക്കകത്ത് എരിവായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും മുട്ടയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ്ചർ ഇച്ചിരി ഒരു സ്വീറ്റ്നെസ്സോടുകൂടി കഴിക്കുവാന്നേല നല്ല ടേസ്റ്റാന്നു. ഇത് മനസ്സിലായില്ലേ? 3 എണ്ണം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുന്നവർക്കൊക്കെ നാളെ അന്നേലും ഇതൊക്കെ ഉണ്ടാക്കാം. എല്ലാ അമ്മമാർക്കും ഇതൊക്കെ അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ചിലർ കാണും അറിയാൻ മേലാത്തവർക്ക്, അവർക്കുള്ള സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ.
ഇനി ഞാൻ ഇത് ഇത്രയും ഒറ്റയടിക്ക് നമ്മുടെ ഇത്രയും സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റ് വേറെ ആരുമല്ല ദ അപ്കമിങ് ഹീറോയിൻ ഇനിയ ആണ് ഇവിടെ വരുന്നത്. തമിഴ്നാട്ടിൽ കേരളയിൽ ഒക്കെ ഇഷ്ടം പോലെ ഫാൻസ് ഉള്ള കുട്ടിയായിരുന്നു. ഇനി ഇത് ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂത്ത് ജനറേഷൻ്റെ ഇടയിലായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടമ്മമാരുടെ ഇടയിലും വന്ന് ഇനിയ സംസാരിക്കാനുള്ളതാ. അന്നാലേ അറിയത്തുള്ളൂ ഇനിയ എന്നതാ, ക്യാരക്ടർ ഏതാ, വർത്താനം പറയുന്ന കുട്ടിയാണെന്നോ അല്ലേന്നൊന്നും. ഹലോ ദാ വന്നു കഴിഞ്ഞല്ലോ. ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഹൗ ആർ യു? ഇപ്പൊ ഞാൻ ഇനിയെ പറ്റി ഇൻട്രൊഡക്ഷൻ കൊടുത്തേ ഉള്ളൂ. എനിക്കറിയാം ഫാൻസ് ഒക്കെ ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്നാന്ന് വെച്ചാല് ബിക്കോസ് ഇപ്പം ഇവിടെ എല്ലാവരും ഇനിയെ നല്ലോണം അറിയാം. മേ ബി കുറച്ചുകൂടെ അറിയാവുന്നത് കോളേജ് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിനും അപ്കമിങ് യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ അറിയാവുന്നത്. പക്ഷേ വീട്ടമ്മമാർക്കൊക്കെ ഇപ്പൊ ഇനിയൻ ആദ്യമായിട്ട് കാണുമായിരിക്കും. വീട്ടിലിരിക്കുന്ന ടി വിയിൽ മാത്രം സിനിമ കാണുന്ന അമ്മമാരൊക്കെ ഇല്ലേ. അപ്പം ഇത് ഇനിയെ ഞാൻ സ്വന്തമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. ഐ മീൻ അതാ ഇതാന്നു നമ്മുടെ അപ്കമിങ് ഹീറോയിൻ ഇനിയ. പിന്നെ കുറച്ചുകൂടെ ഞാൻ നല്ലതായിട്ട് പറയുവാന്നുവെങ്കിൽ എന്റെ ഏട്ടന്റെ പടത്തിൽ, അതായത് ഇപ്പം ഏട്ടൻ ചെയ്ത വൈഗേ എക്സ്പ്രസ് എന്ന് പറയുന്നത് അതാണ് എന്റെ ഏട്ടൻ. ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഏട്ടൻ ചെയ്ത പടത്തില് ഇപ്പം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റാന്നൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ കുടുംബ വിശേഷമൊക്കെ ഇനിയോട് ചോദിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഇനിയോട് അറിയാൻ എന്നാന്നറിയോ, എന്നതാടാ ഇനിയ എന്നുള്ള പേര് എവിടെയും കേട്ടിട്ടില്ല. ആക്ച്വലി ഞാൻ ഇവിടെ കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ശ്രുതി എന്ന് പറയുന്ന പേരിലായിരുന്നു. അതാണ് എൻ്റെ ഒറിജിനൽ നെയിം. ഞാൻ ബാലതാരമായിട്ട് ആക്ടിങ് തുടങ്ങിയപ്പോഴും അതുപോലെ ഡാൻസ് രംഗത്ത് നിന്നപ്പോഴും മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും കേരളത്തിൽ എല്ലാവർക്കും എന്നെ അറിയാന്നുള്ളത് ശ്രുതി എന്നാണ്. എൻ്റെ അച്ഛനമ്മ ഇട്ട പേര് അതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ ഞാൻ ചെയ്ത ഭാഗ്യസുടവ എന്ന് പറഞ്ഞ നാഷണൽ അവാർഡ് മൂവി 2011 റിലീസായിരുന്നു. അപ്പൊ അതിന്റെ ഡയറക്ടറാണ് പേരൊന്ന് മാറ്റണമല്ലോ എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തത്. എന്തായാലും ഇനിയുടെ സ്വീറ്റ് ആയിട്ടുള്ള കുറേ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അതായത് എനിക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഈ നമ്മുടെ ഫീൽഡിലേക്ക് വന്നതും ഒക്കെ ഇപ്പൊ ഈ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തമിഴ്, തെലുങ്ക്, ഹിന്തി ആയില്ല, എത്തിയില്ല, തെലുങ്ക് വരെ എത്തി എന്നുള്ളത് ഉറപ്പായേ. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അല്ലേ? ഓക്കെ, നമുക്ക് അവിടെ പോവാം. തനിക്ക് ഡിഷായിട്ടൊന്നുമില്ല, സ്റ്റാർട്ടേഴ്സ് ആണ് ഒന്ന് തരാൻ പോകുന്നത്. എന്നാന്നറിയാമോ? നല്ല കാര്യം, കാരണം ഞാൻ ഡയറ്റിലാണ്. അതുകൊണ്ട് ഇതാണോ ഹീറോയിനായി വരുന്നോണ്ട് താൻ ഡയറ്റ് എടുക്കുന്നതാണോ? അല്ലല്ല, ഞാനൊരു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. എന്നാ ക്യാരക്ടർ? ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഇപ്പൊ ചെയ്തത് ആകാശമിട്ടായി, ജയറാമേട്ടന്റെ പേരായിട്ട് വൈഫ് ക്യാരക്ടറായിരുന്നു. അപ്പൊ അതില് 3 ഘട്ടങ്ങളായിട്ടാണ് എന്റെ കഥാപാത്രം. ചെറിയ കുഞ്ഞ് ആകുമ്പോഴുള്ള അമ്മ, പിന്നെ ഒരു 7-8 വയസ്സായിട്ടുള്ള ഒരു മകൻ്റെ അമ്മ, പിന്നെ 16 വയസ്സായിട്ടുള്ള ഒരു മകൻ. അപ്പോൾ ഞാൻ ആ വേരിയേഷന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് കൂട്ടി കൊണ്ടുവന്നു. അപ്പൊ ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ സോളോ ഹീറോയിൻ ഓറിയന്റഡ്, ലൈക്ക് ഒരു മദർ റോൾ ഒന്നും അല്ല. അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഈ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്? ഡയറ്റ് ആയിട്ടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ശരിക്കും നമുക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത്. അന്ന് ആ ഒരു ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ടിപ്പ് ആവശ്യം. അതായത് എനിക്ക് തോന്നുന്നു നല്ല തടിച്ചിരിക്കുന്നവര് നമ്മൾ വിചാരിക്കും ആരോഗ്യമൊന്നുമില്ല, വലിച്ചുവാരി തിന്നുമായിരിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നല്ല പുഷ്ടിയുള്ള ശരീരം എന്ന് പറയുന്നതാണ് ആരോഗ്യമുള്ള ശരീരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വണ്ണം വെക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ കൂടുതൽ സന്തോഷിക്കുള്ളൂ. യെസ്, ഐ എം. ഇത് ഞാൻ എത്രത്തോളം വിശ്വസിക്കും. ഇല്ല, ബീങ് എ സെലിബ്രിറ്റി, ഡെഫിനറ്റ്ലി. ഞാൻ വണ്ണുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയും ഇനി അടുത്ത പടത്തിന് ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യണം. അങ്ങനെ പടത്തിന്റെ പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ മാത്രം ഐ വിൽ സ്റ്റാർട്ട് ഓൺ മൈ ബോഡി വർക്ക്ഔട്ട് സെഷൻ ഒരു 20 days 15 days ബിഫോർ ആയിട്ട്. കാരണം എൻ്റെ ബോഡി, ഞാൻ ചെറുതിലോട്ട് ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഫ്ലെക്സിബിൾ ആണ്, പറഞ്ഞാൽ കേൾക്കും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിക്കുകയാണ് എനിക്ക് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു 20 days എനിക്ക് റെഡിയാക്കാൻ പറ്റും. ഒരു 3-4 കിലോ കുറച്ചാൽ മതി, അതിനുള്ള ഡിഫറൻസ് ഒക്കെ മതിയാവും. പിന്നെ തീരെ ഈ ശോഷിച്ചുള്ള കാരണം ഈ കവളൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ബോണൊക്കെ ഇങ്ങനെ വെളിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു മോഡൽ ഫിഗറിനോട് താല്പര്യമില്ല. ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ മെലിയാ, നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടി കഷ്ടപ്പെടാം.
പക്ഷെ എനിക്കൊരു ചബ്ബിയായിട്ടിരിക്കുന്നതൊക്കെയാണ് ഒരു ഇഷ്ടം. ഓക്കെ, അപ്പൊ മോഡലിംഗ് ഒക്കെ മോള് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അപ്പം ആ മോഡലിംഗിന് വാട്ട് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമല്ല, അതിനകത്തൊരു മോഡൽ വരുമ്പം മോഡലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയാ വേണ്ടത്? മോഡലിംഗ് സമയത്ത് ഞാൻ ഒരുപാട് ലൈക്ക് ഇത് ചെയ്തിരുന്നു, വർക്ക്ഔട്ട് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ആക്ട്രസ് ആയതിനു ശേഷം നമുക്ക് ക്യാരക്ടറിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയേ പറ്റും. അപ്പം അതിനനുസരിച്ച് ബാലൻസ് ചെയ്യും. ഇപ്പോൾ വന്നിട്ട് ഡാൻസും ആക്ടിങ്ങും മോഡലിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ ഡാൻസ് ഷോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നതൊക്കെ എവിടെ പോകുന്നെന്ന് എനിക്ക് അറിയുന്നില്ല. നാച്ചുറലി ബേൺ ആയി പോകുന്നുണ്ട്. ഞാൻ ചോറ് കഴിക്കും. ചില ആൾക്കാർ പറയും ചോറ് വേണ്ട, ചപ്പാത്തി മതി. ചോറും ചപ്പാത്തിയും തുല്യ കലോറിയാണ്. ആണ്. അപ്പൊ പിന്നെ ചോറ് കഴിക്കുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് നല്ല സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ എഫേർട്ട് എടുത്താൽ പോരെ. അത്രേ ഉള്ളൂ. ആ പറഞ്ഞ വളരെ ശരിയാട്ടോ. ഈ പറഞ്ഞ കൂട്ട് നമ്മൾ വായിക്ക് രുചിയായിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് ആഹാരവും കഴിക്കാം, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയുടെ ഹെൽത്തും നോക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പറ്റുന്ന എന്നാന്ന് വെച്ചാൽ, ഞാൻ മലയാളികളെ കുറ്റം പറയുന്നതല്ല കേട്ടോ, നമ്മളത് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ നല്ലോണം കഴിക്കും, പക്ഷെ വർക്ക്ഔട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് വലിയ മടിയായി. ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുക, മറ്റു ഭാഗം ഫസ്റ്റ് ഹാഫ് നമ്മൾ ഭയങ്കര ഹാപ്പിയാ, സെക്കൻഡ് ഹാഫിനോട് വരുമ്പോഴത്തേക്കും ഇന്ന് വയ്യ നാളെ എന്നൊരു വാക്ക്. ആദ്യത്തെ 2 ദിവസം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് രാവിലെ എണീച്ച് ട്രാക്ക് സൂട്ട് ഒക്കെ ഇട്ട് ഓടാനൊക്കെ തോന്നും. 3-ാം ദിവസം വേണം. ആർക്ക് വേണ്ടിട്ട് വേണ്ട, നമുക്കൊരു എയിം വേണം. ഇപ്പം ഇനിയായി സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഷീസ് എൻ ആക്ട്രസ്, ഷീ ഹാവ് ടു മെയിൻറ്റെയിൻ അവർ ബോഡി. പക്ഷെ നമ്മൾ വീട്ടമ്മമാരെ പോലെ കുറെ അമ്മമാരുണ്ടോ ഇനി എന്നാ കാണിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തിരിഞ്ഞു നോക്കുകയല്ല. അങ്ങനത്തെ ഒരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ. ശരിയാ. ഇന്ന് ഞാൻ തനിക്ക് ചെയ്തേക്കുന്ന സ്പെഷ്യൽ ഡിഷസ് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറയ്ക്കുള്ള സാധനങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇത് പറയാനും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ലത് ലെറ്റ് ഹർ സേ ദാറ്റ്. ബിക്കോസ് എൻ്റെ ഡാഡി മുസ്ലിമാണ്, മമ്മി ഹിന്ദു ആണ്, ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. സോ ഇതുപോലെ നോമ്പ് തുറയിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ ചുരുക്കം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ പള്ളിയിൽ പോയിട്ട് നോമ്പ് കഞ്ഞി, അത് ഡാഡി പോയിട്ട് വരുമ്പോഴൊക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. നേരിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്താ പറയുക, ഇതുപോലത്തെ ഈ പലഹാരങ്ങൾ വിഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലുണ്ടാക്കും. ഈ എന്താ പറയുക, കൊഴുക്കട്ട, ഇലയട, അങ്ങനെയൊക്കെ ഉള്ള ട്രഡീഷണൽ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞോളൂ, നാട് എവിടെയാ? ട്രിവാൻഡ്രം. തന്നെ ബേസിക്കലി കാണുമ്പോഴത്തേനുണ്ടല്ലോ, ഐ മീൻ ഒരു തന്റെ വേ ഓഫ് ഡ്രസ്സിങ്സ് ആൻഡ് ഓൾ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ എഫക്റ്റ് ഉണ്ട്. ഒരു ഗേൾ ഫ്രം ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നാറുണ്ട്. അത് ശരിക്കും ഇത് സെലിബ്രിറ്റി ആയ പിന്നെ ആണോ ഈ മേക്ക് ഓവേഴ്സ് വന്നത്? അല്ല, കുഞ്ഞിലേ തൊട്ട് തന്നെ മോഡലിങ്ങും ഡാൻസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കാഷ്വൽ ഡ്രസ്സസ് ആയിരുന്നു കൂടുതലും വെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വന്നിട്ട് ഒരു നാടൻ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഭൂപടത്തിലില്ലാത്തൊരിടം, റേഡിയോ, പിന്നെ അയാളിലെ ചക്ര എന്ന് പറയുന്ന ക്യാരക്ടർ, ഇപ്പോൾ ചെയ്ത പുത്തൻപണത്തിലെ നാടൻ ക്യാരക്ടർ, ലൈക്ക് മമ്മൂട്ടി സാറിൻ്റെ പടത്തിലെ ക്യാരക്ടർ, ഇപ്പോൾ ജയറാമേട്ടൻ്റെ പടം വരെ മലയാളത്തിൽ കൂടുതലും ഞാൻ ട്രഡീഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തത്. ഞാൻ തമിഴിൽ മോഡേൺ കോളേജ് ഗേൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോർമലി ഇനിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ എല്ലാവരും പറയുന്നത് ഓക്കെ ഒരു തെലുങ്ക് ഗേൾ, ഒരു സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും ഒരു മലയാളിയാണെന്നോ അല്ലെങ്കിൽ ഒരു കന്നഡികയാണെന്നോ അല്ലെങ്കിൽ ഒരു തമിഴ് പെൺകുട്ടിയാണെന്നോ പറയത്തില്ല, ഒരു തെലുങ്കു ആ റേഞ്ചിലുള്ള തെലുങ്കു. യെസ്, കാരണം ഇനിയ, ഇല്യാന, ആ ഒരു റേഞ്ചിലുള്ള പേരുകളൊക്കെ ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോ അല്ലേ തെലുങ്കു ഗേൾ ആണെന്ന് പറയാം. മലയാളി എന്ന് പറയുമ്പോഴത്തേന് പിന്നെ ഒരു അഭിമാനമാണ്. അതെ, അല്ല ആ ഡിഫറൻസ് അവരെന്താ തരുന്നത്? ബീങ് എ മലയാളി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് യു ഗെറ്റ് ദ റെസ്പെക്ട്, ഓർ ഓ മലയാളിയാണോ എന്തായിരിക്കും അവരുടെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഭാഷ പെട്ടെന്ന് വഴങ്ങുന്നത്, എല്ലാ ഭാഷകളും. പിന്നെ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, ഫുഡ്, നല്ല എന്താ തനതായ ഭക്ഷണ ശൈലിയൊക്കെ ഉള്ളത്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉള്ളത് നമ്മുടെ മലയാളീസ് തന്നെയാണ്. നമ്മുടെ ഈ തമിഴ്, തെലുങ്കു, കന്നഡയിലൊക്കെ നമ്മൾ ഈ ഫുഡ് ക്വൈറ്റ് ഡിഫറെന്റ്, സ്പൈസീസ് അങ്ങനെ. ഹൈദരാബാദ് പോകുമ്പോൾ ഭയങ്കര സ്പൈസി ആയിരുന്നു എല്ലാത്തിനും, പിക്കിൾസ് ഒക്കെ ഭയങ്കര സ്പൈസിയാണ്. അപ്പൊ നമ്മൾ നമ്മൾ ജീവിച്ചു വന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് അവിടെ വന്ന് പെട്ടെന്ന് നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും. സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ടില്ല, മമ്മി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് വറുത്തരച്ച തീയലുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിത്തീയൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുളിശ്ശേരി, അത് മമ്മി ഉണ്ടാക്കും, മാമ്പഴ പുളിശ്ശേരി
പറയുമ്പോ തന്നെ ഇത് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ നമ്മുടെ സദ്യ ഇത് മാത്രം തന്നാ പിന്നെ താൻ നല്ലതായിട്ട് ചോറുണ്ടോ? ആ ഞാൻ 2 തവണയൊക്കെ ചോറെടുക്കും. ഇതിന്റെ കൂട്ടത്തിൽ എന്നാ കഴിക്കുന്നത്? പുളിശ്ശേരിയുടെ കൂട്ടത്തിൽ മീൻകറി. മീൻകറി ഇസ് എ ഗുഡ് കോമ്പിനേഷൻ. അതേപോലെ ചിക്കൻ കറി ഇസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. അത് കറക്റ്റ്. നോൺ വെജ് ഒത്തിരി കഴിക്കാറില്ല. ചിക്കൻ എഗ് ഫിഷ് മാത്രമേ ഞാൻ കഴിക്കോളൂ. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ചിക്കൻ എഗ് ഫിഷ് മാത്രമേ കഴിക്കോളൂ. വേറെ ആരും ബാക്കി കഴിക്കില്ല? അല്ല, ഐ മീൻ ബാക്കിയുള്ള അനിയനും ചേച്ചിയൊക്കെ മട്ടൺ ബീഫ് അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ചിക്കൻ എഗ് ഫിഷിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കും. ഓക്കെ. മമ്മി എല്ലാം കഴിക്കും? മമ്മിയും എല്ലാം നോൺ വെജും കഴിക്കും, ഡാഡിയും കഴിക്കും എല്ലാം നോൺ വെജ്. ഓക്കെ. തമിഴില് മോളെ എത്ര മൂവീസ് ചെയ്തു ഇപ്പോ? ഐ തിങ്ക് ഒരു 17 movies. അതിലും എല്ലാം ഓൾ ടുഗദർ ലൈക്ക് തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാം കൂടി ചേർത്ത്. അപ്പൊ അതിലെല്ലാം മോഡേൺ ആണോ അതോ ഇങ്ങനെ ഗ്രാമീണ പെൺകുട്ടി? ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ ഫുൾ എന്റെ ഫേസ് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു വില്ലേജ് ക്യാരക്ടറാണ് ഓപ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ കൂടുതൽ ചെയ്തതും ഹോംലി ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മോഡേൺ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അത്ര ഹാഷ് ബുഷ് ആയിട്ടുള്ള അടിച്ചുപൊളി ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി വരുന്ന സ്ക്രിപ്റ്റുകളിൽ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എത്ര തമിഴ് ഫിലിംസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ജൂലൈയിൽ വന്നിട്ട് ഒരു തെലുങ്ക് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു കോളേജ് ഗേൾ ആയിട്ടാണ്, ഡ്യുവൽ ഹീറോയിൻ സബ്ജക്റ്റ് ആണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വെറൈറ്റി ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് ഒരു വേഴ്സറ്റൈൽ ആക്ട്രസ് ആവണമെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ഒരു ഇൻപുറ്റ് ഒക്കെ വേണം. അതെ. അല്ല നമ്മള് ഒരെണ്ണത്തെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യണം ഒരു ആക്ട്രസും പോലും ഒരിക്കലും സെയിം ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം പാറ്റേൺ ഓഫ് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമല്ല. ഇപ്പോൾ ഞാനൊരു പടത്തിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു, നാൻ സിഗപ്പ് മനിതൻ എന്ന് പറഞ്ഞിട്ട് വിശാലിൻ്റെ പ്രൊഡക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലക്ഷ്മി മേനോനും ഉണ്ടായിരുന്നു ആക്ട്രസ് ആയിട്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ക്യാരക്ടർ ആ മൂവി കഴിഞ്ഞ ശേഷം എനിക്ക് ഒത്തിരി വന്നു. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തതേ ഇല്ല അതേപോലത്തെ റോള്. പിന്നെ ഞാൻ വേറെ ജേണലിലുള്ള ഒരു ക്യാരക്ടേഴ്സാണ് ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ആക്ട്രസ് ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ഫിലിംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് കാരിയറിനെ ഒരുപാട് ബാധിക്കുവല്ലേ? എനിക്ക് ഒരുപാട് നല്ല പ്രോജക്റ്റ് അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് എൻ്റെ കരിയറിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ബോധ്യം വേണം. ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മണി ഫെയിമിന് വേണ്ടിയിട്ടല്ല ആക്ടിങ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന കാര്യം 100% പെർഫെക്റ്റ് ആയിരിക്കണം, വെറൈറ്റി ചെയ്യണം, അങ്ങനെ ആഗ്രഹിച്ചാണ് ഞാൻ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് മൂവീസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു മൂവി ചെയ്താൽ കംപ്ലീറ്റ് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത മൂവിയിലോട്ട് ജമ്പ് ചെയ്യുള്ളൂ. സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ മൂവി ഫിനിഷ് ചെയ്തിട്ട് അടുത്ത തമിഴ് പടം ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗുഡ്. നല്ല ഒരു കാര്യം, ഒരു ക്യാരക്ടർ നമ്മുടെ ദേഹത്തുള്ള കുറച്ച് നമ്മൾ ആബ്സെൻസ് ഫീൽ ചെയ്യും. ലൈക്ക് ഓക്കെ ഇനിയുടെ പ്രോജക്റ്റ് ഇതൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് അല്ലേ? അതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ ആര് കേറും എന്നുള്ളതൊക്കെ ഒരു ഇതില്ലേ? ഉണ്ട്. ഇഷ്ടംപോലെ പിള്ളേരുണ്ട് സൈഡിൽ വരാനല്ലേ. അപ്പൊ നമ്മളൊരു ഗ്യാപ്പ് എടുക്കുമ്പോൾ ക്യാൻ ബി എ ചാൻസ് ഓഫ് പേഴ്സൺ ടു കം ഇൻ സൈഡ്. അപ്പത്തേക്ക് യു ഫീൽ അയ്യോ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഫീൽ ചെയ്തിട്ടില്ലേ? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മിസ് ചെയ്തിട്ടുണ്ട് പ്രോജക്ട്സ്. ഞാൻ ചെയ്യേണ്ടിയിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഞാൻ മിസ് ചെയ്ത പ്രോജക്ട്സ് ഒന്നും അത്ര സക്സസ്ഫുൾ ആകാത്തതുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് ഇല്ല. അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. അപ്പൊ മോള് ഫിലിംസിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്? എല്ലാ ഫിലിംസ് മലയാളത്തിലും തമിഴിലും. തെലുങ്കു ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു മൂവി ചെയ്തതേ ഉള്ളൂ, ലീല എന്ന് പറഞ്ഞിട്ടൊരു മൂവി. അതൊരു ത്രില്ലർ മൂവിയാണ്. അതിൽ ഞാൻ ചെയ്തില്ല ഡബിങ്. ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് ഒരു ആ ഒരു സ്ലാങ് കറക്റ്റ് ആയിട്ട് പിടിക്കണമല്ലോ, ലൈക്ക് സംസാരിച്ച് കൊളമാക്കാൻ പാടില്ല. അതുകൊണ്ട് തമിഴിലിപ്പോ ഒരുപാട് ഡബിങ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം കറക്റ്റ് ആയിട്ട്. ഞാൻ ഫസ്റ്റ് ചെയ്ത മൂവിയിൽ ഡയലോഗ് പറയുകയാണെങ്കിൽ അതിലെ ഫുൾ തഞ്ചാവൂർ സ്ലാങ് ആണ്. അതിൽ ഒരു ടിപ്പിക്കൽ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാദ്യാര്, അതായത് നമ്മുടെ ഈ ഒരു മാഷ് ആണ് അവിടെ ഗ്രാമത്തിൽ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി മാഷിന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ അവൾക്ക് മാഷിൻ്റെ നിന്ന് ഈ ഒരു ചായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പേരിൽ ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവള് പോയിട്ട് ഒരു ഡ്രമാറ്റിക് ആയിട്ട് ഒരു പ്ലേ, ഒരു കോമഡി എലമെൻ്റ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ മാസ്റ്റർ അടുത്ത് പോയി ചോദിക്കും, മാസ്റ്റർ ലൈക്ക് എന്താ പറയുക, ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി. അപ്പോൾ പറഞ്ഞു വേണ്ട, നമ്മുടെ പടത്തിൽ തഞ്ചാവൂർ സ്ലാങ് ആണ് പറയുന്നത്, അതുകൊണ്ട് അങ്ങനെയുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നും ഇല്ലാത്ത ടിപ്പിക്കൽ വില്ലേജ് ക്യാരക്ടർ മതി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്.
അപ്പോൾ അതിൽ ഡയറക്ടർ പറഞ്ഞു തന്നു ലൈക്ക് ഇതാണ് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത്, என்ன வாத்தியாரே நீங்களே ஆக்கி போட்டிங்கன்னா எம்பிட்டு ஆகும், ലൈക്ക് ഫുള്ളി ലൈക്ക് ഒരു ട്രഡീഷണൽ എക്സ്പ്രഷൻ ലൈക്ക് ഒരു തഞ്ചാവൂർ സ്ലാങ്ങിൽ പറയുന്നത് പോലെ. അപ്പൊ അങ്ങനെ ആ മൂവിയിൽ ഫുൾ ഡയലോഗും അതേ സ്ലാങ്ങിലാണ് പറയുന്നത്. അപ്പൊ അത് പഠിക്കണ്ടേ ആ ഒരു സ്ലാങ്ങും ആ ഒരു കുറച്ച് ഡിഫറൻസ് അല്ലേ ഇതിനകത്ത്? ഞാൻ ഒരു 15 days ബിഫോർ തന്നെ എന്റെ സീൻസ് എല്ലാം ഞാൻ ഓഫീസിൽ പോയിരുന്ന് എഴുതി ഞാൻ എഴുതി മേടിച്ചിട്ട് എന്റെ സീനിൽ വരുന്ന ഡയലോഗ് എല്ലാം ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ചോദിച്ചു ഞാൻ ഇതെങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞാൽ നന്നാവും, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോംപ്റ്റിങ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അതുകൊണ്ട് അത് കേട്ട് പറയണതിനേക്കാളും പഠിച്ച് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പം. അപ്പം അങ്ങനെ ഞാൻ എല്ലാ ഡയലോഗും പഠിച്ചാണ് ടേക്കിലൊക്കെ ഐ മീൻ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ പറയാറുള്ളത്. ഓക്കെ. ഇപ്പൊ ഇനി കുഞ്ഞുനാൾ മുതലേ ഡാൻസ് അതെല്ലാം വെരി ആക്റ്റീവ്, സ്കൂൾസിലെല്ലാം വെരി ആക്റ്റീവ്. ഐ തിങ്ക് യു വർ മിസ്റ്റർ വാൻഡ്രം വൺസ് അല്ലേ? മിസ്റ്റർ വാൻഡ്രം ആണ്. അതെ, ഇത്രയും ആക്റ്റീവ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് ഹൗ യു കം ടു ദ ഇൻഡസ്ട്രി? അത് വന്നിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, കൂട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ പരിചയത്തിലാണ് അത് കിട്ടുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ ഓൾ കേരള ഡ്രാമ ഫെസ്റ്റൊക്കെ നടക്കുമ്പോൾ ഡാഡിയായിട്ട് ഇങ്ങനെ ഈ ഷോ ഒക്കെ കാണാൻ പോകും. അതായത് അമച്വർ ഡ്രാമാസ് നമ്മൾ സ്റ്റേജിൽ നടക്കുന്നില്ലേ നാടകങ്ങൾ, അതൊക്കെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാനും അനിയനും ചേച്ചിയൊക്കെ കൂട്ടിക്കൊണ്ട് പോകും ഡാഡി. പിന്നീട് ഒരു സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഇതുപോലെ ഡാഡിയുടെ ഒരു സുഹൃത്ത് വന്നിട്ട് ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്, അതിൽ മകളെ ഒന്ന് ബാലതാരമായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ ആദ്യമായിട്ട് പോകുന്നു. അപ്പോഴാണ് ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. 4th സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ ക്യാമറ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി അവിടെ ക്യാമറയുടെ അടുത്ത് നിന്നിട്ട് മോളെ ഇങ്ങനെ നോക്ക്, ഇവിടെ നോക്കിയിട്ട് അച്ഛനെ നോക്കി ഇങ്ങനെ പറയണം, പറഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കണം, കുടിച്ചിട്ട് അച്ഛനോട് തിരിച്ച് മുഖത്തേക്ക് നോക്കി ആ ഡയലോഗ് പറയണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് മാത്രം കേട്ടു. എനിക്ക് ഈ ക്യാമറയാണ്, ഇത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പം ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഷോർട്ട് ഫിലിമാണ് കൂട്ടിലേക്ക് എന്ന് പറയുന്നത്. അതിൽ ഞാനും അനിയനും ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ എനിക്ക് സീരിയലിലൊക്കെ ഓഫർ വരാൻ തുടങ്ങി. KK രാജീവ് സാറിൻ്റെ സീരിയല്, AR പ്രൊഡക്ഷൻസിൻ്റെ സീരിയൽ. അപ്പോൾ ചെറിയ ചെറിയ റോൾസാണ്, ലൈക്ക് ഒരു 1-2 ദിവസം ചെയ്യുന്ന ഒരു കഥാപാത്രങ്ങളായിട്ടൊക്കെ ചെയ്തു. പിന്നെ ഈ ഡിവോഷണൽ സീരിയലിൽ അപ്സരസ് ആയിട്ടൊക്കെ റോളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഡാൻസും കൂടി അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റി, ഈ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത്. അപ്പോൾ ബേസിക്കലി ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസറാണ്. പിന്നെ വെസ്റ്റേൺ ഡാൻസൊക്കെ മൂവിയിൽ വന്നതിന് ശേഷം പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മോഡലിങ്ങിലേക്ക് ഇൻവിറ്റേഷൻ വരുന്നത്. അപ്പം ഞാനും ചേച്ചിയും കൂടി ലക്ഷ്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു ഷോ, ഒരു കോളേജ് ഫെസ്റ്റ് ആദ്യം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യം അവർക്ക് പറഞ്ഞു വെച്ചിരുന്ന 2 കോളേജ് കുട്ടികൾ, 2 ഫീമെയിൽ മോഡൽസ്, അവർക്ക് എന്തോ ഒരു അസൗകര്യം കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ ഒരു കോർഡിനേറ്റർ വഴി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, 2 പേരുണ്ട്, സ്വാതി ശ്രുതി, ട്രിവാൻഡ്രത്താണ്, 2 പേരും നല്ല ഡാൻസ് ചെയ്യും, നമുക്ക് അവരെ ഒന്ന് നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളാണ്, വിളിച്ചാലോന്ന്. അപ്പോൾ ഈ മോഡലിംഗ് എന്താണെന്ന് ആ സമയത്ത് അറിയില്ല. അപ്പോൾ ഞങ്ങൾ നോക്കി അവിടെ പോയപ്പം അതിൻ്റെ ലക്ഷ്യയുടെ ടീമിൻ്റെ കൊറിയോഗ്രാഫർ, മോഡൽ കൊറിയോഗ്രാഫർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഒരു ലൈൻ ഇങ്ങനെ ഇട്ടു. ഈ ലൈൻ തെറ്റാതെ നടക്കാൻ പറഞ്ഞു. ഞാൻ ലൈൻ തെറ്റാതെ ഇങ്ങനെ നടക്കുന്ന ചേട്ടാ, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെൻട്രൽ ലൈൻ ഇങ്ങനെ ഒരു ചോക്ക് പീസ് കൊണ്ട് വരച്ചിട്ട് അതിൽ കാലിങ്ങനെ ക്രോസ് ചെയ്ത് നടക്കാൻ. അപ്പോൾ ശരിക്കും അതാണ് റാമ്പ് വാക്കിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ സ്റ്റേജിൽ വരുമ്പോൾ ഡ്രസ്സ് ക്യാരി ചെയ്യുന്ന വിധം, പേഴ്സണാലിറ്റി എങ്ങനെ കാണിക്കണം, അതുപോലെ എങ്ങനെ പോസ് ചെയ്യണം, ഏത് രീതിയിൽ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഫാഷൻ സെൻസ്, എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ കുറേ പഠിച്ചത് മോഡലിങ്ങിലൂടെയാണ്. പിന്നെ 2 കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുള്ളൂ. ഒന്ന് മിസ്റ്റർ വാൻഡ്രം കോമ്പറ്റീഷനും പിന്നെ മിനി സ്ക്രീൻ മഹാറാണി എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ. 2ലും ടൈറ്റിൽ വിന്നറാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ തന്റെ വർത്താനം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓരോ ക്യാരക്ടർ ചെയ്യണമെങ്കിലും വാട്ട് എവർ ദ വർക്ക് യു ഡു, അന്നേരം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ആ ഒരു സാധനത്തിന് അത്രയും പാഷനായിട്ട് കണ്ടിട്ടും ഒക്കെ ആ ട്രൂ 100% വർക്കാണ് താൻ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ താനൊരു അപ്കമിങ് ഹീറോയിൻ അല്ലെങ്കിൽ വാട്ട് എവർ ദ ക്യാരക്ടർ യു ഡേസ്, ഇപ്പം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഹൗ ലോങ് ഇത് കൊണ്ടുപോകും? ട്രൂ ലൈഫ് ലോങ് ഫുൾ കൊണ്ടുപോവോ?
I don't know about that. ഇല്ല അതിപ്പം നമ്മൾക്കിപ്പോൾ ഹീറോയിൻസിന് എല്ലാവർക്കും വളരെ ചുരുക്ക സമയമേ ഉള്ളൂ. ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിലും പറയാം രംഭ, സിമ്രാൻ അല്ലെങ്കിൽ ശ്രീദേവി, ഭാനുപ്രിയ മാഡം, അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് മൂവീസ് തന്നെ ഒരു 10-50 പടങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഓരോ ഹീറോയിൻസിനും ഓരോ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു, അവർ മാത്രമായിരുന്നു തിളങ്ങി നിന്നിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ലൈക്ക് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റ്, മേക്കിംഗ് സ്റ്റൈൽ, സിനിമയുടെ ക്രൂസ് ആയിരുന്നാലും എല്ലാം വളരെ മൾട്ടി സ്റ്റാർ കാസ്റ്റ് ആണ് ഇപ്പോൾ എല്ലാം വരുന്നത്. നമുക്ക് ഒറ്റ ഹീറോയിനായിട്ട് തന്നെ ഞാൻ ഷൈൻ ചെയ്യണം എന്നൊന്നും വിചാരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റോറി മേക്കിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടിയുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന കഥാപാത്രം നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ച് പോകണം എന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഒരുപാട് നാളെ ഞാൻ ഹീറോയിനായിട്ട് തന്നെ അഭിനയിക്കും അല്ല, ഡിസിഷൻ വെദർ വി വോണ്ട് ടു കണ്ടിന്യൂ ഓർ നോട്ട് എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. ആ ഡിസിഷനാണ് ഞാൻ ചോദിച്ചത്. ആഫ്റ്റർ മാരേജ് ഓർ അത് അങ്ങനത്തെ എല്ലാം ചോദിച്ചത്. ത്രൂ ഔട്ട് ലൈഫ് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇത്രയും ഡെഡിക്കേഷൻ കൊടുക്കുന്നോണ്ട്, ഹാർഡ് വർക്ക് കൊടുക്കുന്നോണ്ട് ഒരു ആർട്ടിസ്റ്റ് അല്ലേ. അപ്പം കല്യാണം കഴിച്ചാലും ദിസ് നോട്ട് ആൻ ആൻസർ. അല്ല, ഞാൻ എങ്ങനെ പറയാത്, ഇപ്പോ നമ്മുടെ കരിയർ പോകുന്നത് പോലെ പോട്ടെ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. അല്ലാതെ പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ ഇത്ര വയസ്സ് വരെ അഭിനയിക്കും അല്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ വീണ്ടും സിനിമയിൽ തന്നെ നിലനിൽക്കും, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇല്ല. വാട്ട് എവർ കംസ് അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരാളാണ്. ഓക്കെ, നാളെ എന്നാ വരുന്നോ അതുപോലെ. ഓക്കെ, അതുകൊണ്ട് നോ റിഗ്രറ്റ്സ്, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, പറഞ്ഞോണ്ടിരിക്കുക. ഞാനാന്ന് തോന്നുന്നു ഇന്ന് അധികം സംസാരിക്കാൻ ഇനിയൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക. ആരെങ്കിലും ഒരാൾ ദിവസം വർത്താനം പറയണമല്ലോ. ഇന്ന് ഞാൻ കഥകൾ കേട്ടോണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ പിള്ളേരാകുമ്പോൾ ഒത്തിരി കഥകൾ പറയാനും കാണും. എക്സ്പീരിയൻസസ് ലോട്ട് അല്ലേ. അന്നേരം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടോ? മിനി ചേച്ചിയുടെ കാര്യവും അമ്മയുടെ കാര്യവും അനിയന്റെ കാര്യം പറയാനുണ്ട്. പക്ഷെ ഇത് കഴിച്ചതിന് ശേഷം. ഓക്കെ, വെരി നൈസ്. ഒടുക്കത്തെ ടേസ്റ്റ് ആണ് എനിക്ക്. പപ്പ എപ്പോഴും നല്ലതായിട്ട് ഇങ്ങനെ നോയമ്പൊക്കെ എടുക്കും. നമ്മളെ എൻ്റെ വീട്ടിൽ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊന്നും അല്ല. ലൈക്ക് എന്താ പറയുക, മദ്രസയിൽ പോകണം, അറബി ഇത് പഠിക്കണം, അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ വിളക്ക് കത്തിക്കും, ഡാഡി ഞങ്ങളുടെ കൂടെ ടെമ്പിൾസിലൊക്കെ വരും, അങ്ങനെയാണ്. ലൈക്ക് ഒരു റിലീജിയസ് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങള് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് തന്നെയാണ് വീട്ടിൽ. അത് നല്ലേ അല്ലേ. നമ്മളെ വിശ്വാസം അത്രേ ഉള്ളൂ. ദൈവം എന്നൊരു വിശ്വാസം മാത്രമുണ്ട്. അല്ലാതെ ഇന്ന കാസ്റ്റ്, ഇന്ന പാറ്റേണിൽ പോകണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലുത് അല്ലേ. ഇനി ഇത് യു ആർ ഓക്കെ വിത്ത് ദിസ്, അഗൈൻ യു ഹാവ് ടു അനദർ 2 എണ്ണം കൂടെ ഉണ്ട്, യു ഹാവ് ടു ടേസ്റ്റ്. വെരി ഗുഡ് ടേസ്റ്റ്. എന്നും ഇതുപോലെ പലഹാരം ഉണ്ടാക്കി തരും. പിന്നെ ഓൾവേസ് വെൽക്കം, നോ പ്രോബ്ലം. ഇവിടെ എപ്പോഴും വേണേലും എങ്ങനെ വേണേലും വരാം. വിളിച്ച് പറഞ്ഞേച്ച് വരണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളതുപോലെ ഞങ്ങൾ തരത്തുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ കുറെ നാളായിട്ടില്ലേ നമ്മുടെ ഈ നോയമ്പ് സമയത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റാർട്ടറായിട്ട് എന്നതേലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ധൃതിയുടെ ഇടയിൽ നമ്മുടെ അടുക്കളയിൽ ഏത് നേരവും ആളാന്നേ. അപ്പൊ എനിക്ക് സന്തോഷമാണ് എല്ലാവരും വരുമ്പോൾ. അപ്പൊ ഈ വിരുന്നുകാർക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരമല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്നതേലും നോൺ വെജ് വേണം, അല്ലെങ്കിൽ ഇന്ന ഡിഷ് വേണം, അല്ലെങ്കിൽ അപ്പവും മീൻകറി അങ്ങനെ വേണം. സോ ദേ സജസ്റ്റ് മീ അല്ലേ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾ വരുന്നുണ്ടേ ഇത് ഉണ്ടാക്കി വെച്ചേക്കണേന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതിനിടയിൽ നോയമ്പുകാരെ ഞാൻ മറന്നുപോയി. അവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ മേലാന്നറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും അവർക്ക് ഇതിനേക്കാട്ടിലും നല്ലത് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ സ്റ്റാർട്ടേഴ്സ് കുറെ പേര് കാണുമല്ലോ ഇങ്ങനെ കുക്കിങ്ങിനകത്ത് തുടങ്ങുന്നവരെ, അവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെയാണ് ഇതുണ്ടാക്കിയത്. പിന്നെ താൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നല്ലതായിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തേക്കാന്ന്. അങ്ങനെ ഇതെല്ലാം ചെയ്തു വെച്ചത്. പിന്നെ മോളെ ഇവിടെ ഇപ്പം ഷൂട്ട് കഴിഞ്ഞില്ലേ ജയറാമേട്ടന്റെ പടത്തിന്റെ? അതിന്റെ കഴിഞ്ഞു. ഇനി ഈ മാസം ടോട്ടലി ഫ്രീ ആണ്. ഇനി അടുത്ത ജൂലൈ 20th ശേഷം ആണ് അടുത്ത ഷൂട്ടിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ മോള് എല്ലാ സ്ഥലത്തും ഷോ ചെയ്യാനും ഒക്കെ എല്ലായിടത്തും എബ്രോഡും എല്ലാം പോവും. അപ്പം ഈ പല ടൈപ്പ് ഓഫ് ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം ട്രൈ ഔട്ട് ചെയ്യും. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ് പുറത്ത് പോയി ചെയ്യാറില്ല. കാരണം നമ്മളിപ്പം പ്രോഗ്രാമിനൊക്കെ പോകുമ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഹെൽത്തിനെ ബാധിക്കും. അപ്പം ഡാൻസ് ഒക്കെ ചെയ്യാനുള്ളതാണെന്നുള്ളൊരു ബോധത്തോടു കൂടി. പക്ഷെ എൻ്റെ ചേച്ചി ഭയങ്കര എക്സ്പെരിമെന്റിന്റെ ആളാണ്. എന്തായിരുന്നാലും ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിലായിരുന്നാലും മേക്കപ്പിന്റെ കാര്യത്തിലായിരുന്നാലും
ഫുഡിൻ്റെ കാര്യത്തിലാണെന്നാലും എന്തെങ്കിലും പുതിയ കോസ്മെറ്റിക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെത്താനെ എന്നെ ഇട്ടേ നോക്കൂ. ഇട്ട് നോക്കും. പുള്ളിക്കാരത്തേക്ക് ആക്ട്രസ് ആവാൻ ഇഷ്ടമല്ല? ഷീസ് ആക്ടിങ് ആക്ച്വലി TV സീരിയൽസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 മലയാളമാ? ലാസ്റ്റ് ചെയ്തത് ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലാണ്. ശരി, എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മേലായിരുന്നോ ഒറ്റയ്ക്ക് വന്നേലും? അല്ല ചേച്ചി, ഞാനിപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ ചെന്നൈയിൽ നിന്ന് വന്നത് കൊണ്ട് ചേച്ചി ഓടിപ്പോന്നു. അടുത്ത തവണ ജോയിൻ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അയ്യോ കഷ്ടായി പോയി കേട്ടോ, ഞങ്ങൾക്ക് അത് മിസ്സായി പോയി. അത് മാത്രമല്ല പിന്നെ പുള്ളിക്കാരി ഇപ്പൊ മൂവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓഡിഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നൈയിലുണ്ട്. പിന്നെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ചേച്ചിയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക. ഞാനിങ്ങനെ റോമിംഗ്. അനിയൻ ചെന്നൈയിൽ പഠിക്കുന്നു, SRM-ല് ഇല്ല MBA-ക്ക് പഠിക്കുന്നു. ഫൈനൽ ഇയർ, സെക്കൻഡ് ഇയർ. MBA 2 years. അനിയൻ നന്നായിട്ട് പാട്ട് പാടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞായിരുന്നപ്പോൾ അനിയൻ എൻ്റെ കൂടെ ബാലതാര ആയിരുന്നപ്പോഴത്തേനും 2 ഡ്രാമ അഭിനയിച്ചു. പിന്നെ 1-2 ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ തല കാണിച്ചു. പക്ഷെ നന്നായിട്ട് പാട്ട് പാടും. പിന്നെ അനിയൻ പിന്നെ പഠിക്കും നന്നായിട്ട്. പാടുവോ? ഞാൻ പാടില്ല. ചേച്ചി പാടില്ല. അനിയൻ മാത്രമേ ഉള്ളൂ പാടുന്നത്. അനിയൻ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടില്ല, ബേസിക് ആയിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര അവൻ നല്ല താളബോധമൊക്കെ ഉള്ള ഒരാളാണ്. എന്തായാലും 3 മക്കളെയും നല്ലൊരു അച്ഛനും അമ്മയും മാക്സിമം അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. കലാരംഗത്ത് ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളെ ശരിക്കും നമ്മൾ അച്ഛനമ്മമാർ ഒരുപാട് അവരെ എൻകറേജ് ചെയ്ത് വിടണം. എന്നും പറഞ്ഞിട്ട് ഞാനും ഒരു അമ്മയാണെന്നു, എൻ്റെ 3 മക്കൾക്കും നല്ല കഴിവുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഏട്ടനും എൻകറേജ് ചെയ്യാറുണ്ട്. പക്ഷേ ബേസ് ഒരു പഠിത്തമില്ലാതെ ഒരു എൻകറേജ്മെൻറ്റും നമ്മൾ വേണ്ട കേട്ടോ. സൈഡിൽ കൂടെ അവർ ചെയ്തോട്ടെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ബേസ് കൊടുക്കുക, അതാണ് നമ്മുടെ അച്ഛനമ്മമാരുടെ ഒക്കെ ഒരുപാട് ഉത്തരവാദിത്വം. പക്ഷേ ഇനിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നല്ലോണം ഉണ്ടാവും അല്ലേ. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷെ അതിര് കിടക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാം. എന്ത് തർക്കുത്തരം വല്ലയോ എന്ത് തോന്നിയാൽ വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ പറഞ്ഞിട്ട് ചെയ്യണം. അതാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ കൂട്ട് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. They can guide them. That is quite natural. ഇപ്പോൾ വന്നിട്ട് എൻ്റെ മൂവീസിന്റെ എല്ലാ ഡിസിഷനും എടുക്കുന്നതും എൻ്റെ മമ്മിയാണ്. പിന്നെ എല്ലാ പ്രോജക്റ്റിൻ്റെ സബ്ജക്റ്റ് വരുമ്പോഴും ഡാഡി മമ്മി ഇരിക്കുമ്പോൾ ഫ്രണ്ടിലിരുന്നിട്ട് ഞാൻ പറയും, ഇന്നതുപോലെ ഫോൺ വിളിച്ചു, ഇതാണ് കഥ, ഇതാണ് കഥാപാത്രം, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നു. വീട്ടിൽ കാഷ്വലായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കരിയറിൽ ഞാൻ തനിയെ ഇതുവരെ ഒരു സ്ക്രിപ്റ്റും കേട്ട് തനിയെ ഡിസിഷൻ എടുത്തിട്ടില്ല. വീട്ടിൽ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ്.